പുട്ടുണ്ടാക്കാമോ എന്ന് വെച്ചിട്ട് കുറച്ച് കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് അത് ചെയ്ത് കൊടുക്കാം. സിലിണ്ടർ ഷേപ്പിൽ ക്ലേ എന്നതുപോലെ ആക്കിയിട്ട് നമുക്ക് പുട്ടിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം അതിൽ തരി പോലെ നമ്മളൊരു ടെക്സ്ചർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ 2 പഴം, 2 കഷ്ണം പപ്പടം, കടല, വറ്റൽമുളകും കറിവേപ്പിലയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മൾ വാഴല റൗണ്ടിൽ കട്ട് ചെയ്ത പോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതിന് ടെക്സ്ചർ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ പ്ലേറ്റിന് ബ്ലാക്ക് കളർ കൊടുക്കാം, വാഴലയ്ക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പഴം, പപ്പടം അങ്ങനെയുള്ള ഐറ്റംസിന് കളർ ചെയ്ത് കൊടുക്കാം. നമ്മൾ കടലക്കറി വയ്ക്കാനായിട്ട് ഒരു പ്ലേറ്റിന് സിൽവർ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ കടലയ്ക്ക് കളർ കൊടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ കടലയുടെ ഗ്രേവി റെഡിയാക്കാനായിട്ട് ടാൽക്കം പൗഡറിൽ കുറച്ച് കളറൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ കടലയും വറ്റൽമുളകും കറിവേപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പുട്ടിന് ഒരു റാഗിയുടെ കളറാണ് കൊടുക്കുന്നത്, റാഗി പുട്ടിൻ്റെ പോലെ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ തേങ്ങയിട്ട് വെക്കുന്നത് മെഴുകിൻ്റെ തരിയാണ് കേട്ടോ. ഇനി നമുക്ക് പപ്പടവും കടലക്കറിയും വെച്ച് കൊടുക്കാം. പിന്നെ സൈഡിൽ 2 പഴം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.